5:30 മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാറുള്ള സർക്കാർ ഇന്ന് നേരത്തെ രാവിലെ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സുപ്രധാന വിവരങ്ങൾ അറിയിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ അതിസുപ്രധാനമായ ചില സൈനിക നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള വ്യക്തമായ ഒരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചും അതിർത്തി മേഖലകളിൽ വ്യാപകമായ കാഷ്വാലിറ്റിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവനടക്കം നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊപ്പം ഈ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 നാശമുണ്ടായെന്നുള്ള വാർത്തകളൊക്കെ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന സമയം കൂടിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. പാകിസ്ഥാന്റെ ഡ്രോണും മിസൈലും ഒക്കെ തകർക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച പ്രതിരോധ ചക്ര അല്ലെങ്കിൽ സുദർശന ചക്രം എന്ന് വിളിക്കുന്ന S-400 തന്നെ ഞങ്ങൾ നശിപ്പിച്ചു എന്നുള്ള വാദം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാവാം. ഇത്തരം കാര്യങ്ങളിലുള്ള വിശദീകരണവും അതുപോലും ഈ വാർത്താ സമ്മേളനത്തിന് ഉണ്ടായേക്കാം അല്ലേ? തീർച്ചയായും ആ കാര്യത്തിലൊക്കെ വിശദീകരണം തീർച്ചയായും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിൽ തെറ്റായ പ്രചരണം ഇന്ത്യക്കെതിരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായ വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ മിസൈലുകളെല്ലാം തടുത്തിടാൻ ഇന്ത്യക്ക് ഏറ്റവും ശക്തിയുക്തം ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് S-400 എന്ന റഷ്യൻ നിർമ്മിത ഇന്ത്യയുടെ കവചിത ആയുധ സംവിധാനമാണ്, പ്രതിരോധ സംവിധാനമാണ്. സുദർശൻ ചക്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംവിധാനം അതിർത്തി മേഖലകളിൽ വിന്യസിച്ചുകൊണ്ടാണ് നമ്മൾ മിസൈലുകളെയും ഒപ്പം ഡ്രോൺ അറ്റാക്കുകളെയും നേരിടുന്നത്. ഇത് തകർത്തു എന്നതാണ് പാകിസ്ഥാന്റെ അവകാശവാദം. പക്ഷേ ഇത് തെറ്റ് എന്നത് എയർഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നു, സർക്കാർ കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നിരവധിയായി വരുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ വിശദീകരണം നൽകി പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. ഉടൻ തന്നെ അവിടേക്ക് അതോടൊപ്പം തന്നെ സജിത്ത്, ഇപ്പോൾ ഈ രാജ്നാഥ് സിംഗുമായിട്ട് 3 സേനാ മേധാവികളുടെയും ചർച്ചകൾ ഉണ്ടാകുന്നു. സേനാ മേധാവിമാർ രാജ്നാഥ് സിംഗിനെ കണ്ടു. അതുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കണം അല്ലേ? ഒരു സുപ്രധാന പ്രഖ്യാപനത്തിനുള്ള സാധ്യത പോലും വിലയിരുത്തപ്പെടുന്നത് പ്രതിരോധ മന്ത്രിയുമായി 3 സേനാ മേധാവിമാരും നടത്തിയ കൂടിക്കാഴ്ച. അത് ഇന്നലെ ഈ 24 മണിക്കൂർ രാത്രി അടക്കമുള്ള 24 മണിക്കൂർ തുടർന്ന ആക്രമണം, അതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച രാത്രി ഇന്ന് രാവിലെയൊക്കെ ഈ പടിഞ്ഞാറൻ അതിർത്തിയിലൊക്കെ നടക്കുന്ന വലിയ തരത്തിലുള്ള പ്രകോപനം ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുന്നുണ്ടെങ്കിലും ഇതെല്ലാം കണക്കിലെടുത്തു കൊണ്ടുകൂടി 3 സേനാ മേധാവിമാരും പ്രതിരോധ മന്ത്രിയെ കണ്ടു. അങ്ങനെ കൂടിയാണോ കരുതേണ്ടത്? അങ്ങനെ വേണം കരുതാൻ. കാരണം തുടർച്ചയായി ഇന്ത്യയുടെ പ്രതിരോധ സേനയിലെ പ്രധാനികൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കുന്ന സംഘം, ഉദ്യോഗസ്ഥ തല സംഘം, ഇങ്ങനെ തുടർച്ചയായ യോഗങ്ങളും കൂടിയാലോചനകളും നടക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് ഇന്നലെ നടന്ന ചില നീക്കമാണ്. മാത്രമല്ല ഇന്ന് രാവിലെ വന്ന ചില വാർത്തകളും അല്പം ആശങ്ക നൽകുന്നതായിരുന്നു. കാരണം ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ട്, രാജ്യ തലസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ വർഷിച്ചു പാകിസ്ഥാൻ എന്ന വാർത്തയാണ് രാവിലെ വന്നത്. പാകിസ്ഥാനിലെ കേന്ദ്രത്തിൽ നിന്നും, എയർബേസിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരമൊരു വ്യോമ നീക്കം, മിസൈൽ നീക്കം ഉണ്ടായപ്പോൾ അത് തുടക്കത്തിൽ തന്നെ അതിനെ വെടിവെച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൻ്റെ ചില ദൃശ്യങ്ങളാണ്. സർഗോദ എയർസ്പേസിൽ, പാക് പഞ്ചാബിലെ സർഗോദ എയർബേസിൽ ഇന്ത്യ നടത്തിയ ആക്രമണമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് വരുന്നത്. നമുക്കൊരു പക്ഷേ പ്രേക്ഷകരെ അതൊന്ന് കാണിക്കാം. ये सैटेलाइट टाउन में इस वक्त ये सामने धमाका हुआ है, एयरबेस के अंदर एयरबेस के अंदर धमाका हुआ। ये देखो, सरगोदा कैंट एरिया है, ये एयरबेस है। अल्लाह करे। लग रहा है कि ये सामने अभी धमाका हुआ है। अभी ये देखकर धुआं उठ रहा है यहाँ से। अभी धमाका हुआ है, ये आप देख सकते हैं। अभी धमाका हुआ है। या साहिब ज़मान या अवल फज़ल अब्बास।
നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ സർഗോദ എയർ ബേസിനുള്ളിൽ നടന്ന ആക്രമണമാണ്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രദേശവാസികൾ പകർത്തിയ ദൃശ്യമാണ്, ദൂരെ നിന്നുള്ള ദൃശ്യമാണ്. എയർബേസിനുള്ളിൽ അറ്റാക്ക് ഉണ്ടാകുന്നു, അവിടെ സ്ഫോടനം നടക്കുന്നു, എക്സ്പ്ലോഷൻ നടക്കുന്നു എന്ന കാര്യമാണ് ആ ഓഡിയോയിൽ തന്നെ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. വളരെ വ്യക്തമാണ് അവിടെ നടന്ന നീക്കങ്ങൾ. പാക് പഞ്ചാബിലെ സർഗോദ എയർ ബേസിനുള്ളിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാന് ശക്തമായ മറുപടി. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് ഇന്ത്യ മറുപടി നൽകിയത്. ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന ഇന്ത്യയുടെ നിലപാട് ഒന്നുകൂടി നമ്മൾ ശക്തമായി തെളിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാണ്. ഒരുപക്ഷെ ആരംഭിക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ സേനയുടെ നീക്കങ്ങളൊക്കെ പരാമർശിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ, എയർ ബേസുകൾ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ വലിയ നീക്കം നടക്കുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ സൈനിക ശേഷിയിൽ വലിയ നഷ്ടമുണ്ടാക്കാൻ ഇന്നലത്തെ ദൗത്യത്തിന് കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് സർഗോദ എയർബേസിലെ ദൃശ്യങ്ങളാണ്. ഇതിന് പുറമെ പാകിസ്ഥാന്റെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇത്തരമൊരു നീക്കം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള നീക്കമാണ് ഇത്. പ്രദേശവാസികൾ പകർത്തിയ ദൃശ്യമാണ്. ഒരിക്കൽ കൂടി ആ ദൃശ്യത്തിലേക്ക്. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം, ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം, അതിനെല്ലാം ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള തിരിച്ചടി. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, വ്യോമത്താവള കേന്ദ്രങ്ങളിലേക്ക് ചുട്ട മറുപടി കൊടുക്കുന്നു ഇന്ത്യ. സർഗോദ വ്യോമത്താവളത്തിൽ എയർബേസിൽ സ്ഫോടനമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. പാക് വ്യോമത്താവളത്തിൽ സർഗോദ വ്യോമത്താവളം ആക്രമിച്ച് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് ഇപ്പോൾ. ये देखिए धुआं उठ रहा है यहाँ से, अभी धमाका हुआ है, ये आप देख सकते हैं, अभी धमाका हुआ है. या साहिब ज़मान या अबुल फज़ल अब्बास. ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സൗദിയുടെ ഇടപെടൽ ഉണ്ടായി. US മധ്യസ്ഥത വഹിക്കാം എന്നുള്ള നിലപാടുമായി വരുന്നു. US തന്നെയാണ് സൗദിയെ ഈ വിഷയത്തിലേക്ക് നിശ്ചയിച്ചത് എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതിനിടെ വരുന്ന വാർത്ത ചൈനയും ഇടപെടുന്നു എന്നുള്ളതാണ്. ചൈന മധ്യസ്ഥം വഹിക്കാമെന്ന് ചൈന പറഞ്ഞിരിക്കുന്നതായി, ഇടപെടാമെന്ന് ചൈന പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. പ്രശ്നം